ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. ഗുരുവായൂരിൽ മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് യുവതിക്ക് പരിക്ക്. പുരിങ്ങൽകുത്ത് ഡാമിന്റെ 2 ഷട്ടറുകൾ 2 അടി വീതം തുറന്നു. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് ജംഗ്ഷന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങളുടെ മറ്റും പൊളിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. കല്ലും മണ്ണുമിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തിയ റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. കുട്ടികളും ഫിറ്റ്നസുമില്ലാതെ കഴിഞ്ഞ വർഷം അടച്ചിട്ട ശേഷം വീണ്ടും തുറന്ന ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ തസ്തിക അനുവദിച്ച് ഉത്തരവായി. 3 താൽക്കാലിക അധ്യാപകരെ നിയമിക്കുവാനാണ് മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉത്തരവിട്ടത്. സംസ്ഥാനത്തെ പ്രഥമ കോൾ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനക്കുടി പുള്ള് പള്ളിപ്പുറം കോൾ ടൂറിസം നടപ്പാക്കും. CC മുകുന്ദൻ MLA 2 കോടി രൂപയും ചാഴൂർ പഞ്ചായത്ത് 50 ലക്ഷം രൂപയും പദ്ധതിക്കായി വകയിരുത്തി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ജില്ലയിൽ മഴയിൽ പരക്കെ നാശം. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ ക്ഷേത്രനടയിലെ കൂവളമരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് യുവതിക്ക് പരിക്കേറ്റു. നോർത്ത് പറവൂർ സ്വദേശി കണിയിരിക്കൽ നിഖിലിന്റെ ഭാര്യ 24 വയസ്സുള്ള അനുമോൾക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ യുവതിയെ ദേവസ്വം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ആശുപത്രിയിലെത്തി യുവതിയെ സന്ദർശിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും ചാലക്കുടി മേഖലയിൽ മരങ്ങൾ കടപുഴകി വീണു. കൂടപ്പുഴ ആറാട്ടുകടവിൽ കാഞ്ഞിരമരം പുഴയിലേക്ക് വീണു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ കൂടപ്പുഴയിലെ ഊട്ടുപുര പറമ്പിലെ കാഞ്ഞിരമരമാണ് നിലംപൊത്തിയത്. ആളപായമില്ല. ചേനത്തുനാട് പോട്ട പനമ്പിള്ളി കോളേജ് എന്നിവിടങ്ങളിലും മരങ്ങൾ വീണിട്ടുണ്ട്. അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം റോഡരികിൽ നിന്നിരുന്ന മരം എണ്ണപ്പനത്തോട്ടത്തിലേക്ക് മറഞ്ഞു വീണു. അടാട്ട് തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കൊല്ലാറ ജയയുടെ ഉടമസ്ഥതയിലുള്ള വാടക വീടിന് മുകളിലേക്കാണ് സമീപത്തെ ചന്ദ്രൻ കൊല്ലാറ എന്നയാളുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീണത്. വിവരമറിഞ്ഞ് വാർഡംഗം PS കണ്ണൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KG റെജി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. മനക്കുടി അംബേദ്കർ സാംസ്കാരിക നിലയത്തിന് സമീപം കനത്ത മഴയെ തുടർന്ന് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. സമീപത്തെ 2 വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. മാടാനി ലീല വിശ്വംഭരന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞത്. ഇവരുടെ വീടും ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച സമീപത്തെ പേരാത്ത് വത്സലയുടെ വീടും അപകട ഭീഷണിയിലാണ്. 2 കുടുംബങ്ങളോടും സമീപത്തെ അംബേദ്കർ സാംസ്കാരിക നിലയത്തിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയതായി വാർഡംഗം K രാഗേഷ് പറഞ്ഞു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗം K രാഗേഷ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കുനമുച്ചി കിഴക്കേ പന്നിശ്ശേരിയിൽ ശക്തമായ മഴയിൽ കുന്നിടിഞ്ഞു വീണതിനെ തുടർന്ന് 2 വീടുകൾ അപകട ഭീഷണിയിൽ. കോലാരിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ, സഹോദരൻ ശങ്കരൻ എന്നിവരുടെ വീടുകളാണ് അപകട ഭീഷണി നേരിടുന്നത്. വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. തഹസീൽദാർക്ക് റിപ്പോർട്ട് കൈമാറുമെന്ന് ആളൂർ വില്ലേജ് ഓഫീസർ ഗൗതം അറിയിച്ചു. കുന്നിന് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനെ തുടർന്നാണ് കുന്നിടിയുന്നത്. കൂടുതൽ ശക്തമായ രീതിയിൽ കുന്നിടിഞ്ഞാൽ വീട് തകരുമെന്ന് ആശങ്കയുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. താഴെക്കരയാണ് നമ്മുടെ വീടുകളുള്ളത്. 2 വീടുണ്ട്. അപ്പോൾ അതിലിവിടെ വെള്ളം വന്ന് തൂർന്ന് കുതിർന്നിട്ട് വീടിൻ്റെ മുകളിലേക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യമായി, ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യണു. അപ്പോൾ ഇന്ന് വന്ന് നോക്കിയപ്പോൾ അവർ മണ്ണ് നീക്കം ചെയ്യാനുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങളുടെ വീട് എന്തായാലും ഈ മണ്ണിടിഞ്ഞ് എന്തായാലും വീട് തകരാനുള്ള സാധ്യതയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരം ചെയ്യണം. പുരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ തുറന്നു. 2 ഷട്ടറുകൾ 2 അടി വീതമാണ് തുറന്നത്. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും മത്സ്യബന്ധനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതിനാൽ 423.5 മീറ്ററാണ് ഡാമിലെ നിലവിലെ ജലനിരപ്പ്. 424 മീറ്ററാണ് ഡാമിന്റെ സംഭരണശേഷി. മുല്ലശ്ശേരി ഊരകത്ത് അങ്കണവാടി കോമ്പൗണ്ടിലേക്ക് മതിലിടിഞ്ഞു വീണു. അങ്കണവാടിയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ മതിലാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു വീണത്. അവധിയായിരുന്നതിനാൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല എങ്കിലും അധ്യാപികയും സഹായിയും അങ്കണവാടിയിൽ ഉണ്ടായിരുന്നു. MLA മുരളി പെരുന്നല്ലി, വാർഡ് മെമ്പർ മനീഷ് VM എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കനത്ത കാറ്റിലും മഴയിലും പൂതുരുത്തിയിൽ പ്ലാവ് കടപുഴകി വീണു. പൂതുരുത്തി സ്വദേശി അയ്യപ്പത്ത് വീട്ടിൽ കിഷോറിന്റെ വീട്ടിലെ പ്ലാവാണ് കടപുഴകി വീണത്. ആർക്കും പരിക്കില്ല. കനത്ത മഴയിൽ പരിയാരം പഞ്ചായത്തിലെ കൊന്നക്കുഴിയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു. നോർത്ത് കൊന്നക്കുഴി മൂഞ്ഞേലി ആന്റുവിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് ഇടിഞ്ഞത്. വീട്ടുകാർ മറ്റു മുറികളിൽ ആയിരുന്നതിനാൽ അപകടമൊഴിവായി.
ചാവക്കാട് മേഖലയിൽ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കടപ്പുറം പഞ്ചായത്ത് കുമാരൻമടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും കാറ്റാടിമരം വീണ് ട്രാക്ടർ തകർന്നു. ചക്കര പ്രശാന്തിന്റെ ട്രാക്ടറാണ് തകർന്നത്. തൊട്ടാപ്പ് പുളിഞ്ചോട് പ്ലാവ് വീണ് വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. വലിയകത്ത് അലിയുടെ ഓലമെഞ്ഞ വീടാണ് തകർന്നത്. ചാവക്കാട് പുന്ന സെന്ററിൽ സ്കൂളിന് മുൻവശത്തെ മരം വൈദ്യുതി ട്രാൻസ്ഫോർമറിലേക്ക് വീണു. ട്രാൻസ്ഫോർമർ തൂണിന്റെ കമ്പിയിൽ തട്ടി മരം നിന്നതിനാൽ അപകടമൊഴിവായി. മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ശക്തമായ മഴയിലും കാറ്റിലും കുന്നംകുളം ശാന്തിനഗറിൽ മരം വീണ് 2 വൈദ്യുതി തൂണുകൾ തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്ക് മരമാണ് വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണത്. ഇരിങ്ങാലക്കുടക്കാരുടെ ചിരകാല അഭിലാഷമായ ഠാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടങ്ങളും മറ്റും പൊളിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഗതാഗതക്കുരുക്കിൽ ബുദ്ധിമുട്ടിയിരുന്ന ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗമായ ഠാണ ചന്തക്കുന്ന് വികസന പ്രവൃത്തികൾ ആരംഭിച്ചു. വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചാണ് നിർമ്മാണ ആരംഭത്തിലേക്ക് കടന്നിരിക്കുന്നത്. BSNL പരിസരത്ത് നടന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം MLAയുമായ ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. 45 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള പദ്ധതിയുടെ സാങ്കേതിക പ്രവർത്തനങ്ങൾ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കുവാൻ സാധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതിക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്കായി 40.76 കോടി രൂപയാണ് വിതരണം ചെയ്തത്. ഠാണ ചന്തക്കുന്ന് ജംഗ്ഷനുകളുടെ മുഖച്ഛായ മാറ്റം ലക്ഷ്യമിട്ടാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ പൂതംകുളം വരെയുള്ള ഭാഗം വീതി കൂട്ടുന്നത്. പദ്ധതി ഇരിങ്ങാലക്കുട ടൗണിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വ്യാപാര വാണിജ്യ സാംസ്കാരിക മേഖലകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. നിലവിൽ 11 മീറ്റർ വീതി മാത്രമുള്ള ഠാണ ചന്തക്കുന്ന് റോഡ് 17 മീറ്റർ വീതിയിലാക്കി കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ടേബിൾ ടോപ്പ് കോൺക്രീറ്റിംഗ് ചെയ്താണ് വികസിപ്പിക്കുന്നത്. ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ലൈൻ മാർക്കിംഗ്, റിഫ്ലക്ടറുകൾ, സൂചനാ ബോർഡുകൾ, ദിശാ ബോർഡുകൾ എന്നിവയും സ്ഥാപിക്കും. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ടൗൺ ജുമാ മസ്ജിദ് ഇമാം കബീർ മൗലവി, മുൻ MLA KU അരുണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ലത തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയിലും സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മഴ ശക്തമായതോടെ റോഡിലെ കുഴിയിൽ വെള്ളം കെട്ടിനിന്ന് റോഡും കുഴിയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാര സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയതോടെ 29 ലക്ഷം രൂപ റോഡിലെ കുഴിയടയ്ക്കാൻ താൽക്കാലികമായി അനുവദിച്ചിരുന്നു. മണ്ണും കല്ലുമിട്ട് കുഴികൾ അടച്ചുവെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളായി പെയ്ത മഴയിൽ ഇവയെല്ലാം ഒലിച്ചുപോയി. കുഴികൾ പഴയ സ്ഥിതിയിലായി. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിട്ടും യാത്രക്കാരെ മരണത്തിലേക്ക് തള്ളിവിട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. റോഡിന്റെ ശോചനീയാവസ്ഥയും ഗതാഗതക്കുരുക്കും വലയ്ക്കുന്നതിനിടെ സ്വകാര്യ ബസ്സുകൾ മരണപ്പാച്ചിലാണ് ഈ റൂട്ടിലൂടെ നടത്തുന്നത്. സ്കൂട്ടർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സ്വകാര്യ ബസ്സുകൾ. തകർന്ന റോഡിലൂടെയുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച കുന്നംകുളത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് ദിശ തെറ്റിച്ചെത്തിയ ബസ്സിന് മുൻപിൽ ഏറെ നേരം രോഗിയുമായി കുടുങ്ങി. മരണപ്പാച്ചിൽ നടത്തുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ തൃശൂർ കുന്നംകുളം പാതയിൽ അപകടത്തിൽ പെടുന്നവരുടെ എണ്ണം ഇനിയും ഉയരും. TCV ന്യൂസ്, കുന്നംകുളം. കുട്ടികളും ഫിറ്റ്നസും ഇല്ലാതെ കഴിഞ്ഞ വർഷം അടച്ചിട്ട ശേഷം വീണ്ടും തുറന്ന ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ തസ്തിക അനുവദിച്ച ഉത്തരവായി. മാള വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ KK സുരേഷാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് നൽകിയത്. സ്ഥിരം നിയമനമായി സ്കൂൾ പൂട്ടിയപ്പോഴുണ്ടായിരുന്ന പ്രധാനാധ്യാപകൻ തുടരും. 3 താൽക്കാലിക അധ്യാപകരെ നിയമിക്കുവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 1-ാം ക്ലാസ്സിൽ 3, 2-ാം ക്ലാസ്സിൽ 2, 3-ൽ 1, 4-ൽ 2 എന്നിങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസും കുട്ടികളും ഇല്ലാതെ 2023-ൽ പ്രവേശനോത്സവ ദിനത്തിൽ അടച്ചുപൂട്ടിയ സ്കൂളിനെ സംബന്ധിച്ച് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് ചക്കാമറമ്പ് വിജ്ഞാനദായിനി സഭ സ്കൂൾ ഏറ്റെടുത്ത് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവേശന നടപടികളുമായി മുന്നോട്ടുപോയി. എന്നാൽ കുട്ടികളെ ഔദ്യോഗികമായി പ്രവേശിപ്പിക്കുവാനുള്ള സമ്പൂർണ്ണ സൈറ്റ് വിദ്യാഭ്യാസ വകുപ്പ് തുറന്നുകൊടുത്തില്ല. തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടിയാണ് പ്രവേശന നടപടികൾ പൂർത്തിയാക്കി തസ്തിക അനുവദിക്കുന്നതിന് അപേക്ഷ നൽകിയത്.
സംസ്ഥാനത്തെ പ്രഥമ കോൾ ടൂറിസം പദ്ധതിയായ മനക്കുടി പുള്ള് പള്ളിപ്പുറം കോൾ ടൂറിസം നടപ്പിലാക്കുന്നതിനുള്ള ആലോചനായോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ഫാം ടൂറിസം, പക്ഷി നിരീക്ഷണം, സായാഹ്ന സവാരി, ജലയാത്ര, സെൽഫി പോയിന്റുകൾ, കലാകേന്ദ്രം, വിശ്രമം, സൈക്കിൾ സവാരി, കഫ്റ്റീരിയ, ടേക്ക് എ ബ്രേക്ക്, വാട്ടർ കിയോസ്ക് തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുക. സൗന്ദര്യവൽക്കരണം, പാർക്കിംഗ് സൗകര്യം, ഇരിപ്പിടങ്ങൾ, നടപ്പാതകൾ എന്നിവയും ഒരുക്കും. ചാഴൂർ, അരിമ്പൂർ, പാറളം പഞ്ചായത്ത് പ്രദേശങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടും. സി മുകുന്ദൻ എം.എൽ.എ 2 കോടി രൂപയും ചാഴൂർ പഞ്ചായത്ത് 50 ലക്ഷം രൂപയും പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളിലെ വിദഗ്ധരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി വിശദ പഠനം നടത്തി പദ്ധതി രൂപരേഖ തയ്യാറാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. സംഘടനയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബിജു ഇസ്മയിലിനെ തൽസ്ഥാനത്ത് നിന്ന് ഡി.സി.സി പ്രസിഡന്റ് വി.കെ. ശ്രീകണ്ഠൻ എം.പി സസ്പെൻഡ് ചെയ്തു. ഇക്കാരണത്താൽ തന്നെ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സി.എച്ച്. ഹരീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഡി.സി.സി ജനറൽ സെക്രട്ടറി കെ. ഗോപാലകൃഷ്ണൻ അറിയിച്ചു. അതേസമയം വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്തത് വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പേരിലല്ലെന്ന് പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകർ പറയുന്നു. കോൺഗ്രസിന് മണ്ഡലം ഓഫീസ് ഇല്ലാതിരുന്ന വടക്കാഞ്ചേരിയിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചതാണ് വിഭാഗീയത എന്ന പേരിൽ ബിജു ഇസ്മയിലിനെ നീക്കാൻ കാരണമെന്നാണ് ഇവരുടെ വാദം. കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. പത്നി നൌനാഥ് കൻവറിനൊപ്പം ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയ മന്ത്രിയെ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ഗസ്റ്റ് ഹൌസ് അസിസ്റ്റന്റ് മാനേജർ കെ. സുഭാഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദർശനത്തിനായി മന്ത്രിയും സംഘവും ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ചീട്ടാക്കിയിരുന്നു. കാണിക്ക സമർപ്പിച്ച് തൊഴുത ശേഷം ഇരുവരും തുലാഭാരം നടത്തി. വെണ്ണ, അരി, ശർക്കര എന്നിവ കൊണ്ടായിരുന്നു മന്ത്രിയുടെ തുലാഭാരം. അരിയും കദളിപ്പഴവും കൊണ്ടായിരുന്നു പത്നിയുടെ തുലാഭാരം. ആകെ 72,850 രൂപ ക്ഷേത്രത്തിൽ അടവാക്കി. തുലാഭാര വഴിപാടിന് ശേഷം പ്രദക്ഷിണം വെച്ച് ഉപദേവതകളെ തൊഴുത ശേഷമാണ് മന്ത്രി മടങ്ങിയത്. കേന്ദ്രമന്ത്രിക്ക് കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ ക്ഷേത്രം ഡി.എ. പ്രമോദ് കളരിക്കൽ നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 5.8 കിലോഗ്രാം തൂക്കമുള്ള വെള്ളിയുരുളി വഴിപാടായി ലഭിച്ചു. തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗർ ഗോവിന്ദത്തിൽ ടി.എസ്. അശോക്, ഭാര്യ ലത എന്നിവർ ചേർന്നാണ് കണ്ണന് വെള്ളിയുരുളി സമർപ്പിച്ചത്. ഉരുളിയിൽ നെയ്യ്, കദളിക്കുല എന്നിവ വെച്ചായിരുന്നു സമർപ്പണം നടത്തിയത്. ക്ഷേത്രം ഡി.എ. പ്രമോദ് കളരിക്കൽ വഴിപാടുകാർക്ക് പ്രസാദം നൽകി. പൊതുജനാരോഗ്യത്തിന് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതായി ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് പ്രകാരം പൊതുജനാരോഗ്യത്തിന് ഹാനികരമാവുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തര നടപടികളുണ്ടാകും. ശുചിത്വത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും പൊതുജനാരോഗ്യ പ്രവർത്തനത്തിലും പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും ചെയർമാൻ എബി ജോർജ് പറഞ്ഞു. അക്യൂട്ട് മൈലോയ്ഡ് ലുക്കീമിയ വിഭാഗത്തിൽപ്പെടുന്ന ബ്ലഡ് ക്യാൻസർ രോഗം ബാധിച്ച് തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലുള്ള 35-കാരൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. അഴീക്കോട് കുട്ടിക്കൽ സ്വദേശി ഒറവൻതുരുത്തി ഷിനോജ് എന്ന 35 വയസ്സുകാരന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ചികിത്സാ ഫണ്ട് രൂപീകരിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. E.T. ടൈസൺ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് K.P. രാജൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ T.K. ഗീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹഫ്സൽ, എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് T.S. സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ബേലൂർ കിരാലൂർ മുണ്ടൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴ നട്ട് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P.K. ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. ബേലൂർ മണ്ഡലം പ്രസിഡന്റ് M.G. വിവേക് അധ്യക്ഷനായി. തയ്യൂർ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അക്ബർ പഴവൂർ, അൻസാർ, ഫ്രണ്ട് ഓഫ് ഫ്രാൻസിസ്, അലൂഷി എന്നിവർ നേതൃത്വം നൽകി. നാലമ്പല തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലെ നാലമ്പല തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സെക്രട്ടറി രമേശ് എലഞ്ഞിക്കോട്ടിൽ, സേവാസമിതി സെക്രട്ടറി സതീഷ് ചാർത്താംകുടത്ത് എന്നിവർ പറഞ്ഞു. 1000-ലേറെ പേർക്ക് ക്യൂവിൽ നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ഗ്രൗണ്ടിൽ വാഹന പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.
നാലമ്പല തീർത്ഥാടകർക്ക് വഴികാട്ടിയായി മാളയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ദിശാസൂചന ബോർഡുകൾ. മാള മേഖലയിൽ നിന്ന് മൂഴിക്കുളം ക്ഷേത്രത്തിലേക്കും തിരിച്ചും വരുന്നവർക്ക് വഴി തെറ്റാതിരിക്കുന്നതിനായാണ് മാളയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ പൂപ്പത്തി സ്വദേശി അജയൻ ബോർഡുകൾ സ്ഥാപിച്ചത്. സ്വന്തം ചെലവിൽ തയ്യാറാക്കിയ 8 ബോർഡുകളാണ് വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ടുള്ളത്. കൃത്യമായ സൂചനാ ബോർഡുകൾ ഇല്ലാത്തതിനാൽ മാളയിലെത്തുന്ന തീർത്ഥാടകർക്ക് വഴി തെറ്റുന്നത് പതിവായിരുന്നു. സ്ഥലപ്പേരുകൾ അടക്കം ദിശ അറിയുന്നതിനായി പ്രധാന റോഡുകളിൽ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം അധികൃതർ പരിഗണിച്ചിട്ടില്ല. കുന്നുകുളം പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. പറയമ്പാടം സ്വദേശിനിയും വട്ടമ്പാടം അർബൻ ബാങ്ക് മാനേജരുമായ താര സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചിറക്കൽ ഭാഗത്തു നിന്നും വട്ടമ്പാടം ഭാഗത്തേക്ക് പോയിരുന്ന കാർ ചെറുവള്ളിക്കടവ് പാലത്തിന് മുകളിലേക്ക് കയറുന്നതിനിടെ എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ കാറ് പുറകോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് പാതയോരത്തെ കൈവരി തകർത്ത് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. കാർ തോട്ടിലേക്ക് മറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടതോടെ എതിരെ വന്ന വാഹനയാത്രക്കാർ ഉടൻ തന്നെ വാഹനം നിർത്തി തോട്ടിലേക്ക് ഇറങ്ങി കാർ യാത്രികയെ രക്ഷിച്ചു. തോട്ടിലേക്ക് വീണ കാർ ക്രെയിൻ ഉപയോഗിച്ച് തോട്ടിൽ നിന്ന് പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ലക്കിടി മംഗലത്ത് ഹെയർപിൻ വളവിൽ ലോറി നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു നിന്നു. മംഗലത്ത് നിന്ന് നെല്ലിക്കുറിശ്ശിയിലേക്ക് കന്നുകാലികളെ കയറ്റിപ്പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊച്ചിൻ പാലത്തിന് സമീപം ഷൊർണൂർ റെയിൽവേ ഓവർബ്രിഡ്ജ് ടോറസ് ലോറി കുഴിയിൽ കുടുങ്ങി. ഇതേ തുടർന്ന് 5 മണിക്കൂറോളം വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി. പോലീസ് എത്തി ക്രെയിൻ ഉപയോഗിച്ചാണ് ടോറസ് ലോറി മാറ്റിയത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ആംബുലൻസിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് കല്ലുമായി വന്ന ലോറി താഴാനിടയായത്. ഏങ്ങണ്ടിയൂർ 5-ാം കല്ലിൽ പാചകവാതക സിലിണ്ടറിന് തീപിടിച്ചു. പുളിക്കക്കടവ് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന മീനൂസ് ഫുഡ് പ്രോഡക്റ്റ് സ്ഥാപനത്തിലെ പാചകവാതക സിലിണ്ടറിനാണ് തീപിടിച്ചത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനിടയിൽ ഗ്യാസ് സിലിണ്ടർ ലീക്കായതിനെ തുടർന്ന് തീ ആളിപ്പടരുകയായിരുന്നു. ഉടൻ തന്നെ ജീവനക്കാർ തീ കെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും തീ ആളിക്കത്തി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണച്ചതിനെ തുടർന്ന് വൻ ദുരന്തം ഒഴിവായി. സംഭവ സമയത്ത് 20ഓളം വനിതകൾ യൂണിറ്റിൽ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. പാവറട്ടി പഞ്ചായത്ത് 1-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ 4 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം പിന്നിട്ടപ്പോൾ കോൺഗ്രസിലെ ഷജന സന്തോഷ്, CPM സ്വതന്ത്ര ബബിത സുരേഷ്, BJPയിലെ സരിത രാജീവ്, SDPIയിലെ ഷാമില ഹബീബ് എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ഉപതെരഞ്ഞെടുപ്പിൽ 7 പേർ പത്രിക നൽകിയിരുന്നുവെങ്കിലും മുന്നണികളുടെ ഡമ്മി സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയായിരുന്നു. ഈ മാസം 30-ാം തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച സിന്ധു അനിൽകുമാറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തീരദേശ ജനതയോട് സർക്കാരിന് കടുത്ത അവഗണനയെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക, വില്ലേജ് ഓഫീസുകളിൽ ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചാവക്കാട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ KPCC മെമ്പർ CA ഗോപപ്രതാപൻ, DCC ജനറൽ സെക്രട്ടറി KD വീരമണി, DCC അംഗം ഇർഷാദ് K ചേറ്റുവ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിൽ മഴവെള്ളം കെട്ടിനിൽക്കുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി, കുട്ടിയമ്പലം, വെട്ടിക്കുറപ്പാടം റോഡിലാണ് വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമാകുന്നത്. കോടാലി വെള്ളിക്കുളങ്ങര റോഡിനെയും കോടാലി മുരിക്കിങ്ങൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന വെട്ടിക്കൂറപ്പാടം ലിങ്ക് റോഡിലാണ് വെള്ളക്കെട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷത്തോളമായി ഇവിടെ മഴക്കാലത്ത് നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. മഴ പെയ്യുമ്പോൾ റോഡിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ നടന്നു വേണം പ്രദേശവാസികൾക്ക് കോടാലിയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും എത്തിപ്പെടാൻ. വിദ്യാർത്ഥികളും ഈ വെള്ളക്കെട്ട് താണ്ടിയാണ് സ്കൂളിലെത്തുന്നത്. കഴിഞ്ഞ 12 വർഷത്തോളമായി ഈ റോഡിൽ വെള്ളക്കെട്ടുള്ളതായും പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമസഭയിലും പഞ്ചായത്ത് അധികൃതർക്കും പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതാണ് അവസ്ഥ. ഈ കാണുന്ന വെള്ളത്തിന്റെ ശല്യം കൊണ്ട് വെള്ളം കുടിക്കാനോ ഞാൻ 1/2 കിലോമീറ്റർ പോയിട്ടാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്. ഇവിടെ കിണറ്റിൽ ഈ കാനയെ കിടക്കുന്ന വെള്ളം ഈ കിണറ്റിലെ വെള്ളം ഒരേപോലെ കിടക്കുന്നത്.
അതുപോലെ തന്നെ കോടാലി അങ്ങാടിയിൽ വല്ല വഴി ബ്ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡാണിത്. 12 കൊല്ലമായിട്ട് ഈ അവസ്ഥയാണ് ഇവിടെ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരേണ്ടത് നമ്മുടെ പഞ്ചായത്തിൽ നിന്നാണ്. റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ സമീപത്തുള്ള വീട്ടുകിണറുകളിൽ വെള്ളം മലിനപ്പെടുന്നതായും മറ്റു വീടുകളിൽ നിന്ന് ശുദ്ധജലം കൊണ്ടുവന്ന് കുടിക്കേണ്ട ഗതികേടിലാണെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TC വിനോസ്, കൊടകര. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3610 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. ഗുരുവായൂരിൽ മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് യുവതിക്ക് പരിക്ക്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2 ഷട്ടറുകൾ 2 അടി വീതം തുറന്നു. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് ജംഗ്ഷന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങളുടെയും മറ്റും പൊളിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. കല്ല് മണ്ണുവിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തിയ റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. കുട്ടികളും ഫിറ്റ്നസുമില്ലാതെ കഴിഞ്ഞ വർഷം അടച്ചിട്ട ശേഷം വീണ്ടും തുറന്ന ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ തസ്തിക അനുവദിച്ച് ഉത്തരവായി 3 താൽക്കാലിക അധ്യാപകരെ നിയമിക്കുവാനാണ് മാള ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ഉത്തരവിട്ടത്. സംസ്ഥാനത്തെ പ്രഥമ കോൾ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനക്കുടി, പുള്ള്, പള്ളിപ്പുറം കോൾ ടൂറിസം നടപ്പിലാക്കും. CC മുകുന്ദൻ MLA 2 കോടി രൂപയും ചാടൂർ പഞ്ചായത്ത് 50 ലക്ഷം രൂപയും പദ്ധതിക്കായി വകയിരുത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.